ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ സീരിയലൈസ് ചെയ്ത് വന്നുകൊണ്ടിരുന്നൊരു നോവലുണ്ട്, യക്ഷി. മലയാറ്റൂർ രാമകൃഷ്ണൻ്റേതാണ് യക്ഷി. അന്നത് വായിക്കുമ്പോൾ സത്യം പറയാമല്ലോ ഒന്നും പിടികിട്ടിയില്ല. പക്ഷേ എന്ത് കിട്ടിയാലും വായിക്കും, അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നതുകൊണ്ട് ഈവൻ പഞ്ചസാരയോ മുളകോ ഒക്കെ പൊതിഞ്ഞുകൊണ്ട് വരുന്നത്, ഇങ്ങനെ കുമ്പിൾ കൂട്ടി പത്രക്കടലാസിൽ പൊതിഞ്ഞുകൊണ്ട് വരുന്ന ഇതിൻ്റെ പോലും പേപ്പറുകൾ എടുത്ത് വെച്ചിട്ട് വായിക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇങ്ങനത്തെ ഇതൊക്കെ. ഇത് പോരാത്തിന് നല്ല ഫ്രഷായിട്ട് വീട്ടിൽ വരുന്ന മാഗസിൻ ആയതുകൊണ്ട് അതിൽ വരുന്ന എന്തും വായിക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. പിന്നീട് ഇത് കോളേജിലൊക്കെ വന്നതിന് ശേഷം ഡിഗ്രി കാലഘട്ടത്തിലൊക്കെ വന്നിട്ട് വീണ്ടും ഈ പഴയ ലക്കങ്ങൾ കാണണം. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ സിനിമ കാണേണ്ടി വന്നു, സിനിമ കണ്ടു, പിന്നെ പുസ്തകം എടുത്ത് വായിച്ചു. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു ഗൗരവമായിട്ടുള്ള ഈ യക്ഷി എന്ന് പറയുന്ന ഒരു കൃതിയെ സംബന്ധിച്ച്, നോവലാണെങ്കിലും ശരി സിനിമയാണെങ്കിലും ശരി, രണ്ടും എത്രമാത്രം സീരിയസ്നെസ്സോടുകൂടി പഠിക്കേണ്ട ഒന്നാണെന്നുള്ളത് മനസ്സിലാകുന്നത്. അത് ഇപ്പോൾ ഉള്ള ചെറുപ്പക്കാരൊരു 40 വയസ്സല്ല 45 വയസ്സിൽ താഴെയുള്ള പലരോടും, യുവ സുഹൃത്തുക്കളോട് പലരോടും ഞാൻ പറഞ്ഞിട്ട് പലരും ഈ പടം കണ്ടിട്ടില്ല, നോവൽ വായിച്ചിട്ടില്ല എന്ന് പറയുന്നു. അത് വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. ചെറിയൊരു സംഭവം ഞാൻ പറയാം. ഞാൻ ഡെന്നിസൊക്കെ സിനിമയിലേക്ക് വരുന്ന സമയത്ത് പലരുമായിട്ടൊക്കെ ഇങ്ങനെ സംഭാഷണമൊക്കെ നടത്തി, സിനിമ അല്ലാത്തുള്ള സമയത്ത് ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുമല്ലോ. അപ്പോൾ ആ കൂട്ടത്തിൽ പഴയ സിനിമകളെക്കുറിച്ചും കണ്ട സിനിമകളെക്കുറിച്ചും ഇഷ്ടപ്പെട്ട സിനിമകളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ സത്യൻ്റെ അഭിനയത്തെക്കുറിച്ച് പറഞ്ഞു. സത്യൻ്റെ സിംഹാസനം ഒഴിഞ്ഞു കിടക്കുന്ന ഇതിനെക്കുറിച്ചൊക്കെ ഡെന്നീസ് ഇങ്ങനെ വാചാലനായിട്ട് സംസാരിച്ചപ്പോൾ ഒരു നടൻ, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, നടൻ പറഞ്ഞു, എന്ത് തേങ്ങ, സത്യൻ എന്ത് ചെയ്തെന്നാണ് പറയുന്നത്, ഒന്നുമില്ല, സത്യനൊന്നും ആയിട്ടില്ല, അതിനേക്കാളുമൊക്കെ അപ്പുറത്തെ എത്രയോ പിള്ളേർ ഇപ്പോൾ ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ ഡെന്നീസ് പറഞ്ഞു, എടോ, ഞാൻ യക്ഷി എന്ന് പറയുന്ന സിനിമ എൻ്റെ സ്വന്തം കാശിന് ഞാൻ റീമേക്ക് ചെയ്യുക, തനിക്ക് ആ വേഷം ഒന്ന് ചെയ്യാമോ എന്ന് ചോദിച്ചു. അതായത് ആസിഡ് ഫ്ലാസ്ക് പൊട്ടിത്തെറിച്ച് മുഖത്തിൻ്റെ ഒരു വശത്ത് വീണ് മുഴുവൻ പൊള്ളിക്കരിഞ്ഞ്, അത്രയും ഭാഗം മുഴുവൻ ഇരുണ്ടിരിക്കുകയാണ്, തൊലിയൊക്കെ ഇങ്ങനെ ഈ പൊള്ളിക്കരിഞ്ഞ തൊലിയുമായിട്ട് കണ്ണിൻ്റെ കാഴ്ചയില്ല. അങ്ങനത്തെ ഒരവസ്ഥയിൽ പുരുഷത്വമില്ലാത്തൊരു വ്യക്തിയായിട്ട്, പുള്ളിക്ക് പുരുഷത്വമില്ല, അങ്ങനത്തെ ഒരു വ്യക്തിയായിട്ട്, ഒരു കോളേജ് ലെക്ചറായിട്ട് വരുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ്റെ വളരെ ഇതായിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സങ്കീർണമായിട്ടുള്ള മാനസികാവസ്ഥ, ഇങ്ങനത്തെ ഒരു കഥാപാത്രം എന്ന് പറഞ്ഞാൽ അന്ന് അത് ചിന്തിക്കാൻ പറ്റില്ലായിരുന്നു. 67 ഈ നോവൽ വന്ന്, 68 സിനിമ വരുന്നു. അന്ന് അത് ഒട്ടും ചിന്തിക്കാൻ പറ്റുന്നൊരു ഇതായിരുന്നില്ല. ഇപ്പോൾ പോലും അങ്ങനത്തെ ഒരു ക്യാരക്ടറിനെ ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അത് സത്യൻ എത്ര മനോഹരമായിട്ട്, എത്ര ഇതായിട്ട്, അതിനകത്ത് സത്യനും നായികയായിട്ട് വരുന്ന, രാഗിണിയായിട്ട് വരുന്ന ശാരദയ്ക്ക് കുറേ പരിമിതികളുണ്ടായിരുന്നു. സത്യൻ്റെ ശരിക്ക് ഏറ്റവും നല്ല പടം ഏതാണ് എന്ന് എന്നോട് ചോദിച്ചാൽ ഒന്ന് അമാന്തിക്കേണ്ടി വരും പറയാനായിട്ട്. പക്ഷേ കുറച്ച് അമാന്തിച്ചൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്നൊരു പേര് അനുഭവങ്ങൾ പാളിച്ചകളിലെ ചെല്ലപ്പനാണ്. പക്ഷെ അതോടൊപ്പം തന്നെ പറയേണ്ട കുറേ പടങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ ശ്രീനി എന്ന് പറയുന്ന യക്ഷിയിലെ ശ്രീനി. ഈ രണ്ടും ചെയ്തിരിക്കുന്ന അനുഭവങ്ങൾ പാളിച്ചകളാണെങ്കിലും ഇതാണേലും ഒക്കെ ചെയ്തിരിക്കുന്നത് മറ്റേ മഞ്ഞിലാസ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഞാൻ നേരത്തെ ചില എപ്പിസോഡിൽ നാടൻ പെണ്ണിനെക്കുറിച്ചും തോക്കുകൾ കഥ പറയുന്നു എന്ന് പറയുന്ന പടത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ ഈ നവജീവൻ ഫിലിംസ് എന്നുള്ള പേരിൽ MO ജോസഫ്, NV ജോസഫ് നിൽക്കുന്ന സമയത്ത് തന്നെ അടുത്ത പടം എന്തെടുക്കണം എന്നുള്ള ഒരു ചോദ്യം ഇവർ തമ്മിലുണ്ടായി. ചോദ്യമല്ല, ഒരു ചർച്ച വന്നപ്പോൾ MO ജോസഫ് വായിച്ചിട്ടുണ്ട് ഈ യക്ഷി. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, നമുക്ക് യക്ഷി പടം എടുക്കാം എന്ന് പറഞ്ഞു. മറ്റേ NV ജോസഫിന് അത്ര താല്പര്യമായിട്ട് തോന്നിയില്ല. അദ്ദേഹത്തിന് അതൊരു യക്ഷി എന്ന് പറയുന്ന അന്നത്തെ കാലത്ത് യക്ഷി അത് ഓടുവോ ഇല്ലയോ, ഇവർ തമ്മിൽ ആശയപരമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റിയില്ല. അങ്ങനെ ആ പൊരുത്തക്കേടിൻ്റെ ഒരു മൂർധന്യത്തിൽ ഇവരുടെ കമ്പനി അല്ലെ ഇവരുടെ കൂട്ടുകെട്ട് പിരിഞ്ഞിട്ട് മഞ്ഞിലാസ് എന്നുള്ള പേരിൽ MO ജോസഫ് വേറെ കമ്പനി തുടങ്ങുന്നു, ഇങ്ങേരെ വേറെ കമ്പനി തുടങ്ങാനായിട്ട് തീരുമാനിക്കുന്നു. അങ്ങനെ ഇവർ പിരിഞ്ഞു. അങ്ങനെ MO ജോസഫ് മഞ്ഞിലാസ് എന്നുള്ള പേരിൽ, പുള്ളിയുടെ തന്നെ തറവാട്ട് പേരായിരുന്നു മഞ്ഞില എന്ന് പറയുന്ന, മഞ്ഞിലാസ് എന്നുള്ള പേരിൽ തുടങ്ങിയ ആദ്യത്തെ പടമാണ് ഈ യക്ഷി എന്ന് പറയുന്നത്. അതിൽ അദ്ദേഹത്തിൻ്റെ ഈ MO ജോസഫിൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്, എല്ലാ പടങ്ങളിലുമൊക്കെ സഹകരിച്ചിരുന്ന ആളാണ് മരിക്കുന്നിടം വരെ, സത്യൻ. അപ്പോൾ സത്യൻ്റെ പല നിർദ്ദേശങ്ങളും ഉണ്ടായിരുന്നു, ഇന്ന നോവലെടുക്കുക, അല്ലെങ്കിൽ ഇന്നത് നിങ്ങൾക്ക് സിനിമയാക്കാൻ പറ്റും എന്നൊക്കെ പറയുന്ന. ഇവരുടെ ആ ആദ്യകാല പടങ്ങളെല്ലാം സംവിധാനം ചെയ്തിരുന്നത് KS സേതുമാധവനുമായിരുന്നു. ആ വളരെ വയലാർ ദേവരാജൻ്റെ സാന്നിധ്യം, വളരെ രസകരമായിട്ടുള്ള വളരെ നല്ല കുറേ പടങ്ങൾ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചു എന്നുള്ളതാണ് സത്യം. മലയാറ്റൂർ രാമകൃഷ്ണൻ ഈ നോവൽ എഴുതുമ്പോൾ അതിനാദ്യം
ടൈറ്റിൽ ഇട്ടിരുന്നത് മുഖം എന്നായിരുന്നു. ഈ പാതികരിഞ്ഞ മുഖമൊക്കെ ഉള്ളത് കാരണമായിരിക്കും മുഖം എന്നുള്ള പേര്. ഈ മലയാറ്റൂർ രാമകൃഷ്ണൻ നല്ലൊരു കാർട്ടൂണിസ്റ്റും നല്ല സാഹിത്യകാരൻ, IAS ഇതായിരുന്നു, ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ KSRTCയുടെ ചെയർമാനായിട്ടൊക്കെ ഇരുന്നിട്ടുണ്ട്, IAS ഓഫീസറായിരുന്നു. ഇലക്ഷനെയും മത്സരിച്ചിട്ട് പക്ഷേ തോറ്റുപോയി. അങ്ങനെയുള്ള ചില ഒത്തിരി രസകരമായിട്ടുള്ള സിനിമയ്ക്ക് തിരക്കഥ എഴുതിയിട്ടുണ്ട്, സംവിധാനം ചെയ്തിട്ടുണ്ട്. മഞ്ജുലാസിൻ്റെ തന്നെ ഒരു പടം അവസാനം വന്നപ്പോൾ പുള്ളി ചെയ്ത്, അതിനെക്കുറിച്ച് ഞാൻ പിന്നീടൊരു എപ്പിസോഡിൽ പറയാം. അപ്പോൾ അങ്ങനെയുള്ള രസകരമായിട്ടുള്ളൊരു കക്ഷിയായിരുന്നു. വയലാറുമായിട്ട് സത്യനൊക്കെ ആയിട്ട് വളരെ നല്ല, ദേവരാജ മാഷൊക്കെ ആയിട്ട് വളരെ നല്ല സൗഹൃദം ഉണ്ടായിരുന്ന ആളാണ് ഈ മലയാറ്റൂർ രാമകൃഷ്ണൻ. നമ്മുടെ നടൻ ജയറാമിൻ്റെ ചെറിയച്ഛനോ അങ്ങനെ എന്തോ അമ്മാവനോ അങ്ങനെ എന്തോ ഒരു ബന്ധം, അവർ ചെറിയച്ഛനോ അങ്ങനെ ഒരു ബന്ധം അവർ തമ്മിലുണ്ട്. ഇത് മലയാറ്റൂർ. അപ്പോൾ മലയാറ്റൂർ രാമകൃഷ്ണൻ ഇത് എഴുതുമ്പോൾ അതിൽ പല സംഭവങ്ങളും ഇത് ശരിക്കും നടന്നതാണോ, അല്ലെങ്കിൽ കഥയിൽ പറയുന്നത് ശ്രീനിയുടെ ഭാവനയാണോ, യഥാർത്ഥത്തിൽ ഇത് ഇങ്ങനെയാണോ സംഭവിച്ചോ, പ്രേത അല്ലെങ്കിൽ യക്ഷിയോ ഉണ്ടോ ഇല്ലയോ, അങ്ങനെയൊക്കെയുള്ള വലിയ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന രീതിയിലായിരുന്നു നോവൽ. കുറച്ചുകൂടെ ഒന്ന് ലഘൂകരിച്ചിട്ടാണ് സിനിമയിൽ ചെയ്തിരിക്കുന്നത്. അതിൽ ഈ ഓരോ സത്യൻ്റെ ഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ സത്യൻ പറയുന്ന, ശ്രീനി പറയുന്ന എല്ലാ, സത്യനാണ് ശ്രീനിയുടെ വേഷത്തിൽ വരുന്നത്, സത്യൻ പറയുന്ന ഓരോ കാര്യങ്ങളും സത്യനെ ഉറച്ച് വിശ്വസിക്കുന്നു. നമുക്ക് പോലും, ഓഡിയൻസിന് പോലും കുറച്ച് കഴിയുമ്പോൾ ഇത് ശരിയാണല്ലോ എന്നൊരു തോന്നൽ വരത്തക്ക രീതിയിലാണ് ഇതെല്ലാം കൈകാര്യം ചെയ്തിരിക്കുന്നത്. പണ്ട് ഐതിഹ്യമലയിലൊക്കെ പറയുന്നൊരു കഥയുണ്ടല്ലോ, ഒരു യക്ഷിയുടെ ഈ മ്യൂറൽ കണ്ടിട്ട് എന്താ വീട്ടിലേക്ക് പോയിരുന്നോ എന്ന് ചോദിച്ചു കഴിയുമ്പോൾ അന്ന് യക്ഷി ഇയാളുടെ വീട്ടിലേക്ക് പോയിരുന്നു എന്ന് പറയുന്ന പോലെ തന്നെ ഒരു സംഭവത്തിലൂടെയാണ് ഈ സത്യൻ്റെ, ശ്രീനിയുടെ വീട്ടിലേക്ക് യക്ഷി എത്തുന്നത്. രാത്രിയിൽ കഥകൾ, നല്ല ഇടിയും മിന്നലും മഴയും ഒക്കെ ഉള്ളൊരു രാത്രിയിൽ കഥകൾ തട്ടുന്ന കേട്ട് ഇയാൾ വന്ന് കഥ തുറക്കുമ്പോൾ കാണുന്ന ഈ വെള്ളസാരി ഉടുത്ത് ഇരുട്ടത്ത് മുടിയൊക്കെ അഴിച്ചിട്ട് മുടിയൊക്കെ പറന്ന് നനഞ്ഞൊലിച്ച് നിൽക്കുന്ന ഈ സ്ത്രീ രൂപം ശരിക്കും അത്ഭുതപ്പെട്ടു പോകുന്ന, ഞെടുങ്ങി പോകുന്ന രീതിയിലുള്ളൊരു സാന്നിധ്യമാണ് നമ്മളവിടെ പ്രതീക്ഷിക്കുന്നത്. ഇത് പിന്നെ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ ഇത് ശരിക്കും ഒരു കൊട്ടാരക്കരക്കാരി, ഒരു പെൺകുട്ടി, ഇയാളെ നേരത്തെ അറിയാം, കോളേജിൽ പഠിച്ചിരുന്നതാണ്, വേറെ സബ്ജക്റ്റ് കെമിസ്ട്രി അല്ല എന്നുള്ളേ ഉള്ളൂ, ഇയാളെ അറിയുന്ന ആളാണ്, അങ്ങനെ വന്നു ചേർന്നതാണ്. പക്ഷേ ഇയാൾ പറയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന, ഇയാളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇയാളുടെ അയൽവാസിയായിരുന്ന അനന്തൻ, അടൂർ ഭാസി ചെയ്യുന്ന വേഷം, ഇത് ഭാര്യയായിട്ട് സുകുമാരിയാണ്. അവർക്ക് 10-15 കൊല്ലമായിട്ട് മക്കളുണ്ടാകാതിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഗർഭം ഉണ്ടാകും, ഇത് അലസിപ്പോകുന്നൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ കാലമായിട്ട് ഇരുന്ന് ഇവർക്ക് ഈ സുകുമാരി ഗർഭിണിയാകും. അപ്പോൾ ആ സമയത്താണ് ഈ ശ്രീനി അവരുടെ അയൽവക്കത്ത് താമസിക്കാനെത്തുന്നത്. പുള്ളിയാണെങ്കിലോ, പുള്ളിയുടെ ഗവേഷണം യക്ഷിയുടെ രക്തപാനം ഇതിനെക്കുറിച്ചൊക്കെയാണ് പുള്ളിയുടെ ഈ അതീന്ദ്രിയ കാര്യങ്ങളിലൊക്കെയാണ് പുള്ളി ഇതൊക്കെ ചെയ്യുന്നത്, ഗവേഷണമൊക്കെ നടത്തുന്നത്. അപ്പോൾ അതിന് പ്രേതബാധയുള്ളൊരു വീട് കിട്ടിയാൽ വളരെ നല്ലത് എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ അടൂർ ഭാസി സജസ്റ്റ് ചെയ്തിട്ടാണ് ഈ വീട് എടുക്കുന്നത്. അവിടെ പുള്ളിയുടെ കൂടെ വരുന്ന വേലക്കാരനായിട്ട് ബഹദൂറുണ്ട്. ബഹദൂറിന് അവിടെ നിൽക്കാൻ ഒട്ടും ഇഷ്ടമില്ല, അവിടെ വന്ന് താമസിക്കും. പക്ഷേ നിവൃത്തിയില്ലാതെ അവിടെ വന്ന് താമസിക്കേണ്ടി വരുന്നത്. അപ്പോൾ അടൂർ ഭാസിയുടെ ഈ അനന്തൻ എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ ചെന്നിട്ട് അയാളുമായിട്ട് കൂടുതൽ പരിചയത്തിലാകുന്നതും, ഇയാളുടെ ഭാര്യ ഗർഭിണിയാണെന്നുള്ള അറിഞ്ഞു കഴിയുമ്പോൾ ശ്രീനി പറയുന്ന, നോക്കിയോ ആ ഗർഭാലസും, യക്ഷികൾക്ക് ഭ്രൂണം വളരെ ഇഷ്ടമാണെന്നാണ് പറയുന്നത്, ഈ യക്ഷി ഈ ഭ്രൂണം തിന്നുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് പണ്ട് പലവട്ടം ഇത് ആവർത്തിച്ചൊരു കേസാണെന്നുള്ളത് പുള്ളി സമ്മതിക്കുന്നില്ല. പക്ഷേ ആ സുകുമാരിയുടെ ഗർഭം അവിടെ അലസിപ്പോയി കഴിയുമ്പോൾ യക്ഷി ഭ്രൂണം തിന്നാന്ന് പറയും. പിന്നെ അവർ ഓമനിച്ച് വളർത്തുന്ന പട്ടികളുണ്ടായിരുന്നു, അതിൽ ഒരു പട്ടി ചത്തുപോകും. പട്ടിക്ക് വയറുവേദനയായിരുന്നല്ല, വയറിലെന്തോ അസുഖമായിരുന്നു, പട്ടിയെ മൃഗഡോക്ടറെ കാണിച്ച് ചികിത്സിച്ചുകൊണ്ടിരുന്നതാണെന്നൊക്കെ അടൂർ ഭാസി പറഞ്ഞിട്ട് സത്യൻ പറയില്ല, അത് യക്ഷിയുടെ ഇടപെടലാണ് എന്ന് പറയുവാണ്. ഇയാൾക്ക് അതിന് ന്യായീകരണമുണ്ട്. അതുപോലെ ഈ കുടലനായിട്ടുള്ള ഈ ബഹദൂർ, സത്യൻ്റെ വേലക്കാരനായിട്ടുള്ള ഭൃത്യനായിട്ടുള്ള ബഹദൂർ, പുള്ളി രാത്രിയിൽ എന്തൊക്കെയോ കണ്ട് പേടിച്ച്, പുള്ളിക്ക് രക്തസമ്മർദ്ദം ഇതൊക്കെ ഉള്ളതാണ്, പുള്ളിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് മരിക്കുന്നതാണ്. പക്ഷേ പുള്ളി തന്നെ തമാശ രൂപത്തിൽ നേരത്തെ ഇത് പറയുന്നുണ്ട്, പുള്ളിയെ പ്രേതം പിടിച്ച കഥയൊക്കെ പറയുന്നുണ്ട്. അത് രസമാണ്. ഈ പ്രേതം ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുമ്പോൾ, എന്നെ ഒരിക്കൽ പ്രേതം പിടിച്ചത് സാറേ, യക്ഷി പിടിച്ചതാണ്, എന്നെ പിടിച്ചുകൊണ്ട് പോയി വലിയൊരു മാളികയിലേക്ക് കയറ്റിക്കൊണ്ട് പോയി. അവിടെ ചെന്ന് ഇതെല്ലാം കഴിഞ്ഞ് നേരം വെളുത്ത് നോക്കുമ്പോഴറിയുന്ന സാറേ അതൊരു പനയായിരുന്നു. പനയുടെ താഴെ നോക്കുമ്പോൾ എൻ്റെ എല്ലും പല്ലും നഖവും തലയോട്ടിയൊക്കെ കിടക്കുന്നുണ്ട്. പിന്നെ താനെങ്ങനെയാണോ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ പുള്ളിയുടെ ഉത്തരം, ഈ വല്ലവർക്കുമൊക്കെ വീട്ടുവേല ചെയ്ത് ജീവിക്കുന്ന ഈ ജീവിതം വല്ലൊരു ജീവിതമാണോ സാറേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടർ പുള്ളി ഈ യക്ഷിയിലൊക്കെ പുള്ളി വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഈ രാത്രിയിൽ ഈ പെണ്ണ് വന്നതും അല്ലാതെ ഉള്ളതും ഒക്കെയുള്ള കാഴ്ചകളൊക്കെ, ഇയാൾ അസുഖം വന്നിട്ട് അല്ലെ സ്ട്രോക്ക് വന്നിട്ട് ഇയാൾ മരിച്ചു പോകുന്നതാണ്. അപ്പോൾ ഇതും യക്ഷിയുടെ ഇടപെടൽ മൂലം വന്ന ഒരു മരണമാണെന്നാണ് സത്യൻ വ്യാഖ്യാനിക്കുന്നത്. അങ്ങനെ അതിനോടൊപ്പം ഇയാളുടെ ഈ പുരുഷത്വ ഇല്ലായ്മ അതെല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ പുള്ളിക്ക് ഇത് താങ്ങാൻ പറ്റുന്നില്ല.
അങ്ങനെ ഇയാൾ ഈ അത് കഥയിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല, കഥ പറയുന്നില്ല. നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ ഈ പടം ലഭ്യമാണ്, കണ്ടു നോക്കണം. എൻ്റെ വിനീതമായ അഭിപ്രായം ഒരു പ്രാവശ്യം കണ്ടാൽ പോരാ. കാരണം ഒരു പടം, അതിലെ നടൻ അഭിനയം എങ്ങനെയാണ്, അതിൻ്റെ സ്ക്രിപ്റ്റ് എങ്ങനെ വർക്ക് ചെയ്യും, കഴിയുമെങ്കിൽ ആ നോവലും എടുത്തിട്ട് വായിക്കണം. രാഗിണി ചുരുളുകളായി ആകാശത്തേക്ക് പറന്ന് പോയി എന്നാണ് പറയുന്നത്. പുള്ളി കൊന്നു എന്ന് പറയുന്ന കാര്യങ്ങൾ, ഇതൊക്കെ വളരെ രസകരമായിട്ട് നോവലിൽ ട്രീറ്റ് ചെയ്തിരിക്കുന്ന സാധനമാണ്. ഇതിലും എന്നിട്ട് അവൾ സിനിമയിൽ വരുമ്പോൾ ആ കയ്യിൽ ഒന്ന് രാഗിണി ആയിരുന്നു എന്നും പറഞ്ഞുകൊണ്ടൊക്കെയാണ് അവരുടെ ഒരു കട്ടൗട്ട് പടമൊക്കെ വരച്ച് വെച്ചിട്ടൊക്കെയാണ് വിചാരിക്കുന്നത്. അത് കണ്ട് മനസ്സിലാക്കണം. സിനിമയിൽ താല്പര്യമുള്ളവർ കണ്ട് തന്നെ മനസ്സിലാക്കേണ്ട ഒരു ഇതാണ്. ഇതിൽ ഇയാൾ ഈ രാഗിണിയുടെ വീട് അന്വേഷിച്ച് ചെല്ലുമ്പോൾ അവിടെ കടൽ തീരത്തുള്ള കൽമണ്ഡപത്തിൽ വരാൻ പറയുന്നുണ്ട്. അവിടെ വന്നു കഴിയുമ്പം അവിടെ ഇയാൾക്കൊരു സൈറ്റിംഗ്, ഒരു പ്രേത അനുഭവം, ഒരു യക്ഷിയുടെ അനുഭവം ഉണ്ടാകുന്നതായിട്ടൊരു സോങ് സീന്. എന്ത് മനോഹരമായിട്ടുള്ളൊരു പാട്ടാണെന്നറിയോ? ചന്ദ്രോദയത്തിലെ ചന്ദനമഴയിലെ സന്ധ്യ മേഘമായി വന്നു ഞാൻ കിടുങ്ങി പുറയുന്നൊക്കെ യക്ഷി പൊങ്ങി വരികയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ സത്യൻ്റെ അഭിനയം ഒരു പുള്ളിക്കിതിൽ വിശ്വാസം ഉണ്ടോ? ഇല്ല. ഇത് പ്രേതത്തിനെ പേടിയുണ്ടോ? ഇല്ല. എന്നാൽ പേടിയില്ല. ഈ ഒരു രീതിയിൽ വരുന്ന ഈ വളരെ രസകരമായിട്ട്, പ്രത്യേകിച്ച് അന്നത്തെ പരിമിതമായ സൗകര്യങ്ങൾ വെച്ചിട്ട് അതിൽ ഇവർ സേതുമാധവൻ സാർ എടുത്തു വെച്ചിരിക്കുന്ന ഒരു മാസ്റ്റർ ഇതാണ് ക്രിയേറ്റിവിറ്റിയാണത്. ഗംഭീരമായിട്ട് എടുത്തിരിക്കുകയാണ്. യക്ഷി പ്രതിമകൾ കൽവിളക്കേന്തിയ ചിത്രത്തൂണിൻ ചാരേ നിഹാരാർദ്ര നിശാമണ്ഡപത്തിൽ നീരിക്കുന്നത് കണ്ടു. നല്ല പ്രയോഗങ്ങൾ, നല്ല ഭാഷ, നല്ല വാക്കുകൾ, നല്ല രസമായിട്ടുള്ള ഇമേജസും ഒക്കെ ആയിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു പാട്ടാണ്. അതുപോലെ ഇതിൽ ഈ ഇപ്പോൾ വന്നതിന് ശേഷമുള്ള ഇയാളുടെ ഒരു സ്വപ്നരംഗമുണ്ട്. അത് ഇച്ചിരി പ്രതീകാത്മകമായിട്ടുള്ളൊരു രംഗമാണ്. അതും പത്മരാഗ പടവുകൾ കയറി വരൂ പഥിക എന്ന് പറഞ്ഞൊരു പാട്ട് വളരെ രസമായിട്ട് എടുത്തിരിക്കുക. അവരുടെ സെറ്റിങ്സും ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ സ്വർഗം പോലത്തെ ഒരു തലത്തിലേക്ക് ഉയർന്നു പോകുന്ന രീതിയിൽ ഇങ്ങനെ സ്റ്റെപ്പുകളും, അവിടെ ഒരു രാധിക എന്നാണ് ആ നടിയുടെ പേര്, ഇവിടെ ഡാൻസ് ചെയ്തിട്ട് സത്യനെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോകുന്നതായിട്ടും ഒക്കെയുള്ള പത്മരാഗ പടവുകൾ കയറി വരൂ പഥിക. നല്ലൊരു പാട്ട്. ഈ പാട്ടിൻ്റെ അവസാനം പുള്ളി സ്റ്റെപ്പേന്ന് മറിഞ്ഞ് താഴെ വീഴുന്നത് വളരെ പ്രതീകാത്മകമായിട്ട് ചെയ്തിരിക്കുന്ന ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് നല്ലതാണ്. അതുപോലെ ഇവരുടെ സത്യന് പണ്ട് കോളേജിൽ വെച്ചൊരു കാമുകി ഈ ആക്സിഡൻറ്റ് വരുന്നതിന് മുമ്പ്, അതായത് മുഖം ഇങ്ങനെ ബീഭത്സമായി പോകുന്നതിന് മുമ്പ് ഉഷാകുമാരിയായിട്ടൊരു പ്രണയം ഉണ്ടായിരുന്നു. അന്ന് കോളേജ് മാഗസിൻ്റെ കൂടെ ചാർജ് ഉണ്ടായിരുന്ന സത്യൻ അതിൽ പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എഴുതി കൊടുക്കുന്ന ഒരു കവിത വായിക്കുന്നതായിട്ടുണ്ട്. വളരെ രസകരമായിട്ടുള്ള നല്ലൊരു പാട്ട്. മലയാള സിനിമയിൽ ഇറങ്ങിയിരിക്കുന്ന ഏറ്റവും നല്ല പാട്ടുകളിലൊന്നാണ് വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിൻ്റെ ആ പാട്ട്. സ്വർണ്ണച്ചാമരം വീശിയെത്തുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ സ്വർഗസീമകളും. എന്ത് രസമായ പാട്ടാണെന്നറിയോ? അല്ലേ? വേറൊരു രസം ഈ പാട്ട് പാടുന്നത്, അതിൽ വേറൊരു സീനിൽ ഈ പാട്ട് പാടുന്നതായിട്ട് ഇവർ ഒരുമിച്ച് പാടുന്നുണ്ട്. പിന്നെ ഇയാൾ സത്യനിങ്ങനെ നടന്നു പോകുമ്പോൾ അതിൽ ക്യാമറ വർക്കെന്നൊക്കെ മെല്ലിറാനി ചെയ്തിരിക്കുന്നത് സേതുമാധവൻ സാറിൻ്റെ ആ ഒരു നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ നിർദ്ദേശപ്രകാരം ചെയ്തിരിക്കുന്നത്. ഇയാളുടെ ഈ പാതി കരിഞ്ഞ മുഖം ഒരിടത്തും കാണിക്കാൻ ഇയാൾ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് മറയ്ക്കണം, നിഴലുകളിൽ ഇയാളുടെ നിഴൽ മാത്രം പുറത്ത് വന്നാൽ മതി എന്നുള്ള രീതിയിലൊക്കെയാണ് ഇയാളുടെ ചിന്തയൊക്കെ. അതുപോലെയാണ് ഈ പാട്ടെടുത്ത് വെച്ചിരിക്കുന്നത്. ഈ സ്വർണ്ണച്ചാമര ഈ പാട്ടിൻ്റെ സീനിൽ പാർക്കിലൂടെ പോകുമ്പോൾ ചെറിയൊരു പാലം പോലത്തെ ഇതിലൂടെയൊക്കെ കയറി പോകുമ്പോൾ ഇയാളുടെ നിഴലാണ് ഇങ്ങനെ ഫ്രണ്ടിൽ പോകുന്നതായിട്ട് കാണിക്കുന്നത്. നിഴലും ഇതും മാത്രമായിട്ട് ഇയാളുടെ മുഖം അധികം കാണിക്കുക. അത് ഈ ഇയാളുടെ ഷാഡോസ്. അതുപോലെ ഈ മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞ പാട്ടില്ലേ, വിദ്യുല്ലതികകൾ നിൻ ചിത്രമെഴുതിയ സ്വപ്ന ചുമരിനരികെ. വിദ്യുല്ലതികകൾ നിൻ ചിത്രമെഴുതി, അവിടെ നിഴലാണ് വരുന്നത്.
സ്വപ്ന ചുമരിനരികെ, അങ്ങനെ ഇതെല്ലാം വളരെ ഇൻ്റർ കണക്റ്റഡ് ആയിട്ട് ഈ കഥാപാത്രത്തിനെയും അതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഗാനങ്ങളെയും സംഗീതത്തെയും നൃത്തച്ചുവടുകളെ എല്ലാം ബന്ധിപ്പിച്ചുകൊണ്ട് കഥാപാത്രങ്ങൾ, കഥാസന്ദർഭങ്ങൾ ഇതെല്ലാം വളരെ രസമായിട്ട് ചെയ്തിരിക്കുന്ന പടമാണിത്. അതുപോലെ ഇയാളുടെ ഈ ഭ്രാന്ത് എന്ന് പറയുന്നൊരവസ്ഥ, ഈ സംശയങ്ങൾ ഇങ്ങനെ കൂടി വന്നിട്ട് ഇയാൾ ഒന്നാന്തരം ഭ്രാന്തനാണ്. പുറമേ നോക്കിയാൽ ബുദ്ധിജീവി, സയൻറ്റിസ്റ്റ്, സുന്ദരൻ, ഈ പറഞ്ഞൊരു പ്രശ്നം, ആക്സിഡൻറ്റ് വന്നു എന്നുള്ളേ ഉള്ളൂ. പക്ഷേ ഇയാൾ ഒന്നാന്തരം ഭ്രാന്തിൻ്റെ പിടിയിലാണെന്നുള്ളതാണ്. ഇയാളിങ്ങനെ ഇത് വന്നിട്ട് ഓരോരോ അവസ്ഥകൾ മാറി വന്നിട്ട് ഇയാൾ ഈ മായക്കാഴ്ചകൾ ഇങ്ങനെ കൂടുതലായിട്ട് കാണാൻ തുടങ്ങും. ഞാൻ നേരത്തെ പറഞ്ഞ പാട്ടുണ്ടല്ലോ ചന്ദ്രോദയത്തിലെന്ന് പറഞ്ഞ്, അത് എസ് ജാനകിയാണ് ആ പാട്ട് പാടുന്നത്. ആ സമയത്ത് ഫീമെയിൽ വോയിസിലാണ്. പക്ഷേ ഇയാൾക്ക് ഇവളെ പേടിച്ചിട്ട് ഇയാളുടെ ബെഡ്റൂമിൽ കിടക്കാൻ പേടിയായിട്ട് ഇയാൾ പുറത്തിറങ്ങി ഒരു ബെഡ്ഷീറ്റും ഒക്കെ ആയിട്ട്, ഒരു തലേണൊക്കെ ആയിട്ട് പുറത്തിറങ്ങി സിറ്റ് ഔട്ടിൻ്റെ അവിടെ വന്നിട്ട്, ഒരു വരാന്തയുണ്ടല്ലോ അവിടെ വന്നിട്ട് പൊതിച്ചിങ്ങനെ ഇരിക്കുകയോ. അന്നേരം ഉറക്കമില്ല. ഇങ്ങനെ ഇരിക്കുന്നൊരു സമയത്ത് യക്ഷി മാത്രമല്ല ഒരു ഗന്ധർവനും കൂടെ വരുവാണ്. പുള്ളി വരണ്ടു പോകും. പുള്ളി കാണുന്ന ഒരു ഗന്ധർവൻ, അതും പുള്ളിക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ല. ഒരു രൂപം വരുന്നു. ഈ രൂപം വന്നിട്ട് അകത്തുനിന്ന് യക്ഷി, ഇയാളുടെ ഭാര്യയായിട്ടുള്ള രാഗിണി, അതായത് ശാരദ ഇറങ്ങി പുറത്തേക്ക് വരുന്നതും ഇവർ തമ്മിലുള്ളൊരു സമാഗമമൊക്കെ കണ്ടിട്ട് പുള്ളിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പുള്ളിയുടെ ആ സമയത്തുള്ള അന്നേരം ഈ നേരത്തെ പറഞ്ഞ ചന്ദ്രോദയത്തിൽ എന്ന് പറഞ്ഞ പാട്ട് യേശുദാസിൻ്റെ ശബ്ദത്തിൽ 2-3 വരി അവിടെ പാടുന്നുണ്ട്. ഇത് രസമാണെന്നറിയോ. ഇവർ രണ്ടുപേരും നമുക്കൊന്ന് കമ്പയർ ചെയ്യാനുള്ള ഒരു അവസരവും കൂടിയാണ്. ജാനകി ഒരേ പാട്ട്, ഒരേ ലിറിക്സ്, ഒരേ മ്യൂസിക് ഡയറക്ടർ, ജാനകി പാടുന്നതും യേശുദാസ് പാടുന്നതും തമ്മിൽ വേണമെങ്കിൽ ഒന്ന് കമ്പയർ ചെയ്യാനുള്ള ചുരുക്കം അവസരങ്ങളിലൊന്നാണ് ഇത്. അതും നല്ല രസമായിട്ട്. ആ സമയത്തുള്ള സത്യൻ്റെ അഭിനയം എന്ന് പറഞ്ഞാൽ അത് ഓസ്കാർ ലെവൽ തന്നെയാണ്. ആ ഒരു പാതി കരിഞ്ഞ മുഖം വെച്ച് പുള്ളിക്ക് ഇത് കാണണം എന്നുണ്ട്. ഇവിടെ വരുന്ന ഗന്ധർവൻ ഇവർ തമ്മിലുള്ള സമാഗമം കാണണം എന്നുണ്ട്. പക്ഷെ പേടിയുണ്ട്. ഇയാൾക്ക് വല്ലതും പറ്റുമോ, ഇയാളെ ഇവർ കൊന്നുകളയുമോ എന്നൊക്കെ ഉള്ളൊരു പേടിയും ഇതൊക്കെ ആയിട്ട് ഈ പുതപ്പിട്ട് ഇയാൾ മൂടിയിട്ട് ഇതിൻ്റെ ഇടയ്ക്കൂടെ പമ്മി ഈ നേരത്തെ ഇതുണ്ടല്ലോ അരമതിലിൻ്റെ താഴെ ഇരുന്നിട്ട് ഇതിൻ്റെ ഇടയിലൂടെ നോക്കുന്ന ആ സീനൊക്കെ ഗംഭീരം. നല്ലണ്ട് വേറെ ഒന്നും പറയാനില്ല പടത്തിൻ്റെ ഒരു ഇതിനെക്കുറിച്ച്, പ്രസൻറ്റേഷനെക്കുറിച്ച്. വളരെ നല്ല ഒരു പടം. അത് കാലം തെറ്റി പറഞ്ഞൊരു ശിശു എന്ന് വേണം പറയാനായിട്ട് മലയാള സിനിമയിൽ. അത്ര ഗംഭീരമായിട്ടുള്ളൊരു വർക്കായിരുന്നു. സത്യൻ്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും നല്ല പടം. അമിത ഗോഷ്ഠികളൊന്നുമില്ലാതെ അടൂർ ഭാസി ചെയ്തിരിക്കുന്നത്, ബഹദൂർ ചെയ്തിരിക്കുന്നത്, ഗോവിന്ദക്കുട്ടി നല്ലൊരു വേഷം ചെയ്തിരിക്കുന്നത്, ഉഷാകുമാരി, ശാരദ, ഇവരെല്ലാം വളരെ നന്നായിട്ട് പെർഫോം ചെയ്ത ഒരു പടമാണ് ഈ മഞ്ഞുലാസിൻ്റെ ആദ്യത്തെ ചിത്രം എന്ന് പറയുന്നത്.